എൻ്റെ പേര് ജയൻ. ഞാൻ വെൽഡിംഗ് വർക്ക് തുടങ്ങിയിട്ട് ഒരു 25 വർഷമായി. സ്ഥലം എൻ്റെ വീട് കാഞ്ഞൂരാണ്. ചേട്ടാ നമ്മൾ ഈ ഒരു ഗേറ്റ് പണിയുന്ന സമയത്ത് ഞാൻ ചെയ്യണ ആദ്യം നമ്മളൊരു ഡിസൈൻ അയച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എത്ര കമ്പി എടുത്തത് പണിയാനായിട്ട്? ഇപ്പൊ മുകളിലെ ഔട്ടർ ഫ്രെയിം പണിയാൻ 2 പൈപ്പ് എടുത്തു. 3x1.5 2 പൈപ്പ് എടുത്തു. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ആ ചെറിയ പൈപ്പ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് 1.5 3/8 ആയിരുന്നു ആ പൈപ്പ്. അത് ഇങ്ങനെ വെച്ചാൽ ഒരു ബൾജാവും വളയുകയൊക്കെ ചെയ്യുക, അതായിരുന്നു ബലക്കുറവ്. അപ്പോൾ രജീഷ് പറഞ്ഞു ഈ പൈപ്പ് കുഴപ്പമില്ല, കാണിച്ചു തന്നപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ജയൻചേട്ടൻ എൻ്റെ കൂടെ പൈപ്പ് എടുക്കാനായിട്ട് വന്നുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് നമ്മൾ അവിടെ വച്ചതിനെ അളന്നൊക്കെ നോക്കി കറക്റ്റ് പൈപ്പൊക്കെ വച്ച് നോക്കി സൈസൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. നമ്മൾ ഈ പൈപ്പ് അപ്പോൾ 3.5 ഈ പൈപ്പ്. ഇതിപ്പോൾ 8 എണ്ണം വന്നിട്ടുണ്ട്. ഇത് ഈ വലിയ പൈപ്പ് 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു ഗേറ്റ് പണിയാനായിട്ട് നമുക്ക് മെറ്റീരിയൽ മാത്രം ഏകദേശം ഇപ്പൊ ഇരുമ്പിന്റെ റേറ്റ് എത്രയാ? ഇപ്പൊ 88. നമ്മള് മറ്റേ ഹാൻഡ് റെയിൽ എടുത്തപ്പോ 100 രൂപ അല്ലേ? 100 രൂപയായിരുന്നു. മറ്റു കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഈ പൈപ്പും ഏകദേശം ഒരു 9000ന്റെ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുണ്ട് ഏകദേശം. 2 പൈപ്പും കൂടി? ഈ രണ്ടും കൂടി. പിന്നെ നമുക്ക് ഈ ചെറിയ 1000 രൂപ കൂടെ. 1000 രൂപ അല്ലേ? അപ്പൊ മൊത്തത്തിൽ ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് എത്ര രൂപയുണ്ട്? 10 രൂപ. 10 രൂപയുടെ അടുത്തായിട്ടുണ്ട്. 10 രൂപ. പെയിന്റും എല്ലാം കൂടി ചെലവായി ഒരു 10 രൂപ അടുത്തായിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണെങ്കിൽ എത്ര രൂപയ്ക്ക് ചേട്ടൻ വർക്ക് ചെയ്യണം? ഇതിപ്പോ സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ 2 ലേബർ നോക്കി നമ്മള് പറയുള്ളൂ. അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര? അതായത് ഡിസൈനിന്റെ അനുസരിച്ചാണ് നമ്മൾ ആ റേറ്റ് വ്യത്യാസം. ഇതിപ്പോ വിജീഷ് പറഞ്ഞപ്പോൾ സിമ്പിൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മള് ഡിസൈൻ തന്നപ്പോ നമ്മൾ അതേപോലെ ചെയ്തു. അപ്പൊ മൊത്തത്തിൽ ഈ ഗേറ്റ് പണിയാനായിട്ട് നമുക്ക് ഇപ്പൊ എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? മൊത്തം ലേബറും മെറ്റീരിയലും ഉൾപ്പെടെ എത്ര രൂപ ഉണ്ടാവും? 10 രൂപ മെറ്റീരിയലും ഒരു ലേബർ ചാർജ് ഒരു 5000 15 ഒരു ഏകദേശം ഒരു 16 രൂപ കൂട്ടാം മൊത്തം ചെലവ്. ഇനിയിപ്പോ നമുക്ക് ഗേറ്റ് പണിയാനൊക്കെ ആയിട്ട് ഗേറ്റ് പണിയാൻ നമ്മൾ ഏതൊക്കെ ഈ ACP ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്? പിന്നെ ചേട്ടൻ ഷീറ്റിന്റെ കാര്യം പറഞ്ഞു. GA ഷീറ്റില് ലേസർ പല ഡിസൈനിലും അത് കോസ്റ്റ് കൂടുതലാണ്. ഈ ലേസർ കട്ടിങ് മെഷീനിൽ ഉള്ളിടത്ത് പോയി അത് നമ്മൾ ഒരു ഡിസൈൻ കൊടുക്കും. ആ ഡിസൈൻ നമ്മൾ വാങ്ങിക്കും. ഈ ഡിസൈൻ നമ്മൾ അതുമ്പോൾ വരയ്ക്കാണോ അതോ ഒരു കമ്പ്യൂട്ടറിൽ എടുത്ത് ഫീഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അതിന് എത്ര ചാർജ് തന്നെ ശരിക്കും? സ്ക്വയർ ഫീറ്റ് ഒരു 300 രൂപ അടുത്ത് വരും. 300 രൂപ. മെറ്റീരിയൽ നമ്മൾ മേടിച്ചു കൊടുക്കണം? അല്ല, മെറ്റീരിയൽ അത് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർ തന്നെ തരും. ഈ GA ഷീറ്റിൽ ഓരോ പീസായിട്ട് അടിച്ചു തരാണ്. പിന്നെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും, റെഡിമെയ്ഡ് സാധനം കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് മോഡലിൽ അടിച്ചു തരും. പിന്നെ നമ്മൾ ചില ഗേറ്റുകൾക്ക് മറ്റേ മരത്തിന്റെ ഇത് മെറ്റീരിയൽ അത് ടെക്ക് വുഡ് ഉണ്ട്. ടെക്ക് വുഡ് പല ഡിസൈനിലുള്ള ഇതുണ്ട്. ടെക്ക് വുഡ് ഉണ്ട്. പിന്നെ ACP ഷീറ്റിൽ ഇങ്ങനെ മരത്തിന്റെ ഡിസൈൻ ഒക്കെ ACP ഷീറ്റിലും വെക്കാം. അത് കോസ്റ്റിൽ കൂടുതലാണ്, മെറ്റീരിയൽ പോവാ. പിന്നെ കാസ്റ്റൈൻ്റെ ഡിസൈനിൻ്റെ പല രീതിയിലുള്ള കാസ്റ്റൈൻ ഡിസൈൻ അതൊക്കെ വരുമ്പോൾ കോസ്റ്റിൽ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലാണ്. ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ ഗേറ്റ് പണിത് ഏകദേശം 2 ലക്ഷം രൂപയായിരുന്നു. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഗേറ്റ് പണിയാലോ. ഭയങ്കര റേറ്റിൽ ഇപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു സാധാ ഗേറ്റ് പണിയെങ്കിൽ മാക്സിമം ഒരു 25 രൂപ വരും. 25 രൂപ അടുത്ത് വരും. ഒരു 6 അടി അല്ല ഒരു 12 അടി വീതിയും 4 അടി ഹൈറ്റോ അത്യാവശ്യം 25 രൂപ വരും ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച്. പിന്നെ ഈ ഗേറ്റ് മറ്റേ മരത്തിന്റെ സാധനം വന്നത് എന്ത് മെറ്റീരിയലാണ്? മരത്ത് ഈ ട്യൂബ് തന്നെ ഡിസൈൻ ചെയ്യാം. നമുക്ക് മരത്തിന്റെ ഡിസൈൻ പെയിന്റിങ്ങിൽ ഡിസൈൻ ചെയ്യാം. സ്റ്റെയിൻ ചെയ്ത് നമുക്ക് ഡിസൈൻ കൊടുക്കാം. ആ സാധനം കുറച്ച് പൊളിഞ്ഞു പോലെ. പൊളിഞ്ഞ ഒരു കളർ മങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട് വെയിലടിച്ച് കഴിയുമ്പോൾ ഈ സാധനം വൈകിട്ട് പൊളിഞ്ഞു വരും. ഇതിപ്പോ നമ്മള് മറ്റേ മാറ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇല്ല മാറ്റ് അടിച്ചാൽ പൊളിഞ്ഞു പോലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി അപ്പോക്സി അടിച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ മാറ്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ സ്റ്റീലിന്റെ പൈപ്പും കൊടുക്കാം കേട്ടോ. സ്റ്റീലിന്റെ പൈപ്പും സാധാരണ കൊടുക്കേണ്ട ആൾക്കാർ. അതൊക്കെ കോസ്റ്റ്ലി കൂടുതലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏകദേശം ഇരട്ടി വിലയല്ലേ തന്നെ. അപ്പോൾ ഈ മഴ നനയാത്ത കൂടിയ പൈപ്പ് ഇടേണ്ടി വരും. മഴ എപ്പോഴും നനയണ കാരണം കൂടിയ പൈപ്പ് സ്റ്റീലിന്റെ പൈപ്പ് ഇടേണ്ടി വരും. കാരണം നമ്മൾ മറ്റേ ഹാൻഡ് റെയിലിന്റെ ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വില വെച്ചപ്പോൾ ഏകദേശം ഇരട്ടി വന്നുണ്ട്.
പിന്നെ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താ ഗേറ്റിലുള്ള? കൂടുതൽ ഇപ്പോൾ കണ്ടുവരണ ഈ ലേസർ കട്ടിങ് ആ ഡിസൈൻ GA ഷീറ്റുമുള്ള ഡിസൈനാണ് കൂടുതൽ കണ്ടാണ്. പിന്നെ ടെക്വുഡും വണ്ട്, പിന്നെ ചെറപറാന്ന് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് അങ്ങ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ പണി, അതൊക്കെ ഭയങ്കര ചിലവും പണിയും കൂടും. ഇതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മാക്സിമം 2 ദിവസം കൊണ്ട് തീർക്കാം ഇങ്ങനെ ഗേറ്റ്. ഞാൻ ഇപ്പോൾ ഒരു ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നമുക്കത് മിക്ക ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ലേ? ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ തരേണ്ട ആവശ്യമുണ്ടോ? ഈ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചേട്ടന് ഡിസൈൻ അയച്ചു തന്നു, അതിനുശേഷം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു ഹൈറ്റ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പാകത്തിനൊരു ഹൈറ്റ്. അപ്പം അത്രയും പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കൃത്യമായിട്ട് എനിക്ക് എത്ര മെറ്റീരിയലൊക്കെ അത് കണക്ക് കൂട്ടിയെടുക്കാൻ വലിയ പാടില്ലല്ലോ? ഇല്ല, അത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പാടൊന്നുമില്ല. ഇവിടെ മറ്റേ ആ റൗണ്ടിന്റെ വേണ്ടെന്ന് പറഞ്ഞു. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇത് നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഫ്രണ്ട് വശത്ത് അങ്ങനെ ഓവറായിട്ട് ഡിസൈൻ വരണ്ടെന്നൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തുറക്കാതെ ഇങ്ങനെ കഴിയും. ഇതിപ്പോൾ പുറത്ത് തന്നെ നമുക്ക് എടുക്കാം. ഇതിന്റെ ഫിറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞു, ഇതെങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണേ? ഇത് ഫിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു പില്ലർ വരും, അത് ഇവിടെ വെച്ച് വറക്കും. പിന്നെ ഇതേമാതിരി ഇതിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത് നമ്മൾ സാധാരണ ഇതേമാതിരി തന്നെ സംഭവം ഇവിടെയും കൊടുക്കാറ് പതിവ്. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇത് നേരെ അടിയിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി നമുക്ക് ബലം താങ്ങും, ഒരു തൂങ്ങാൻ ഈ സംഗതി ഇരിക്കാതിരിക്കാനുള്ള ഇത് താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ചുകൂടി സ്ട്രെങ്ത് ആവാൻ വേണ്ടിയാണ് താഴത്തേക്ക് കൊടുത്തത്. ഇത് നേരെ താഴത്തേക്ക് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ച് വെച്ചിട്ട് അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ചൂടും ബലം കിട്ടും. അപ്പോൾ എത്രത്തോളം ഹൈറ്റ് മുകളിലേക്ക് നിൽക്കും? മുകളിലേക്ക് ഇപ്പോൾ ഒരു 3 ഇഞ്ച് കിട്ടിയാൽ മതിയോ? 3 ഇഞ്ചോ 2 ഇഞ്ചോ കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഈ സ്ലൈഡിംഗ് ഗേറ്റിനെ കുറിച്ചിട്ട് ചേട്ടൻ്റെ അഭിപ്രായം തൊട്ടാ? സ്ലൈഡിംഗ് ഗേറ്റ് ഇപ്പോൾ ഈ സംഭവത്തിൽ സ്ലൈഡ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് വരാമെന്ന് സ്ലൈഡിങ്ങിൽ ഒരു അടിയിൽ ഒരു റെയിൽ വരും, ആംഗ്ലെയറിൻ്റെ റെയിൽ വരും. അതിൻ്റെ പിന്നെ മുകളിലൊരു ബ്രാക്കറ്റ് വരും, ഇവിടെ ഒരു ബെയറിങ്ങിൻ്റെ ബ്രാക്കറ്റ് വരും. അതാണ് ഇപ്പോൾ ഈ സ്ലൈഡിങ്ങിൽ അഡീഷണൽ ആയിട്ട് വരുള്ളൂ. കോസ്റ്റ് വ്യത്യാസം എത്ര വരും സ്ലൈഡിങ്ങും ഓപ്പണിങ്ങും തമ്മിൽ? സ്ലൈഡിങ് കോസ്റ്റ് ഒരു അധികം വ്യത്യാസം വരില്ല, വലിയ വ്യത്യാസം വരില്ല. അഡീഷണൽ ആയിട്ട് ആംഗ്ലെയറിൻ്റെ ചിലവ് വരുള്ളൂ. അടിയിൽ വെക്കണ ആംഗ്ലെയർ മുള്ള ഈ ഇതിൽ വരുള്ളൂ. പിന്നെ ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ സ്ലൈഡിങ് ഗേറ്റ് കുറച്ച് ആളുകൾ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അത് ശരിയാണ്. വീല് നനയണ കാരണമുണ്ട് ചിലപ്പോൾ സ്റ്റക്കാവും. ഇപ്പോൾ പെട്ടെന്ന് തള്ളാൻ കുറച്ച് ആളെയുമ്പോൾ പിന്നെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. ക്ലയൻറ്റ് പറയാറുണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വീല് ഇങ്ങനെ സ്റ്റക്കാവുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അത് വീല് ചിലപ്പോൾ മാറ്റി കൊടുക്കും, വീല് മാറ്റി കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റേ ഞങ്ങൾ മതിൽ പണിയണില്ല, എന്താ പറയുക, നമ്മുടെ വീടിന് അത്യാവശ്യം ഒരു വ്യൂ കിട്ടണം. അപ്പോൾ അത്തരത്തിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മതിൽ പണിയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മതിലിൻ്റെ പണി നമ്മൾ ഗേറ്റ് ഫിറ്റ് ചെയ്തിട്ടാ മതിൽ ഗേറ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അടുത്ത ഇപ്പോൾ അടിയിൽ ഒരു നേരം കട്ടേടും വരുമല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം മറ്റേ ഈ പോസ്റ്റ് തന്നെ പൈപ്പിൻ്റെ പോസ്റ്റ് കൊടുത്തിട്ട് പൈപ്പ് ഇങ്ങനെ ഓടിക്കാം. അത് ഫ്രെയിം എടുത്ത് ഓരോ പീസ് വെച്ച് നമുക്ക് അവിടെ കോൺക്രീറ്റ് ചെയ്യാം. അടിയിൽ സംബന്ധിച്ച് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനൊരു അടച്ചുറപ്പ്. അത്യാവശ്യം പുറത്ത് നമ്മുടെ വീട്ടിലുള്ള ജന്തുക്കൾ ഇന്നത്തെ കാലത്ത് മറ്റേ പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാം. നമുക്കൊരു അത്രേ ഞാൻ ഗേറ്റിലെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നമുക്ക് 16,000 രൂപ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞതാണ്. ഇതിലും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? ഇതിലും കോസ്റ്റ് കുറയ്ക്കാം. ചൂടി അകത്തി കൊടുക്കാതെ പണി പൈപ്പ്, അപ്പോൾ ചൂടി കുറയ്ക്കാം. പിന്നെ തിക്നെസ് കുറയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം നമുക്ക് ഇച്ചിരി സേഫ്റ്റിയിലും വേണം. മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വച്ച് നോക്കിയപ്പോൾ ആ കമ്പി ഇങ്ങനെ പയ്യെന്ന് വളയണ്ട. ഓക്കെ, ശരി.